ആനയ്ക്ക് പഴവും അവിലുമൊക്കെയാണ് കൊടുക്കുന്നത്. ആ ഒരു തുമ്പിക്കൈയൊക്കെ പൊക്കി വെച്ച് ആന വായൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ടോ, നല്ലൊരു രസമില്ലേ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. ഇവിടെ ആനക്കുളി നടന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? എല്ലാവരും വട്ടം കൂടി നിന്നിട്ട് ആനക്കുളി. ഒരുപാട് ആനകളുണ്ട് കേട്ടോ, ജനസാഗരങ്ങൾ കണ്ടില്ലേ. ആനയൂട്ട് കാണാൻ വന്നത് ചേട്ടൻ വെടിവെച്ച് കളിക്കുമോ, കണ്ടില്ലേ? ഇതാണ് ശൈലേഷ് വൈക്കം. ഇവിടെ അപ്പൂപ്പന്മാരും എല്ലാവരും ഒക്കെ ഒത്തുകൂടിയിരിക്കുന്നുണ്ട്. പഴയ കാലഘട്ടത്തിലെന്ന പോലെ കുട്ടികളടക്കം ഒരുപാട് പേര് ഈ ഒരു ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ആനയൂട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ആനയൂട്ടും ആന നീരാട്ടും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ മുഖത്തല. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 3ലേക്ക് എത്തിയിരിക്കുക, നമ്മുടെ ഫൈനൽ പാർട്ട് വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് രസമെന്ന് നോക്കിയാൽ ആനയുടെ കൊമ്പ് കണ്ട, അതിൻ്റെ നീളം കണ്ട. അപ്പോൾ ഓരോ ആനകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരുപാട് ആനകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും കുളിച്ച് മാറുമ്പോൾ അടുത്ത ആനയെ കൊണ്ടുവരും. കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വന്ന ആനയൂട്ട് കാണാൻ നിൽക്കുന്നവരെ കണ്ടിട്ട് അച്ഛൻ മോനെ ഇങ്ങനെ തോളിലൊക്കെ ആയിട്ട് നമ്മുടെ ഒരു പഴയ കാലഘട്ടമൊക്കെ ഇതിൽ നിന്ന് ഓർമ്മയായിട്ട് വരുമോ. ആൾക്കാർക്ക് ഇരിക്കും ഗാലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒന്ന് കാണാൻ പറ്റും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാരതം ഒരു കാലത്തും മറക്കില്ല. ഭാരതത്തിന്റെ പോരാട്ട വീര്യം ഒരു മത തീവ്രവാദിക്ക് മുന്നിൽ ഒരു കാലത്തും മുട്ടുമടക്കില്ല. ഹേ ശത്രുരാജ്യമേ, ഈ തീവ്രവാദ പ്രോത്സാഹനം നിങ്ങൾ അവസാനിപ്പിക്കൂ. മുരാരിയുടെ ഉത്സവം. അപ്പം ഈ ഒരു ഉത്സവത്തിൻ്റെ 2 പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ആയിട്ട്. അപ്പം കാണാത്തവർ കയറി കാണുക. ഒരുപാട് ജനങ്ങൾ പങ്കെടുത്ത ഒരു ഉത്സവമായിരുന്നു നമ്മുടെ മാമ്പി നിൽക്കുന്നുണ്ട്. മാമ്പി അക്കാവിള വിഷ്ണുനാരായണൻ്റെ പാപ്പാനാണ്, നല്ല ഫേമസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതാണ് നമ്മുടെ മാമ്പി, ആക്കാവിള വിഷ്ണുനാരായണൻ. ആ ഒരു കണ്ണും ആ ചെവി കാട്ടുന്നതിന് നല്ല രസമുണ്ട്. അടുത്തത് ശിവരാജുവിൻ്റെ വരവാണ്. തെക്കിൻ്റെ തേവർ, നമ്മുടെ നാട്ടുരാജാവ് ശിവരാജുവിൻ്റെ വരവ് ഉണ്ടല്ലേ. എല്ലാവരും എല്ലാ ആവശ്യത്തിലാണ്. അവസാന ആനയും എത്തി. അപ്പോൾ ഇനി നമുക്ക് ആനക്കുളിയിലേക്ക് പോവാം. നമ്മുടെ കൊല്ലം ജില്ലയിലെ അവസാന ഉത്സവമാണ് മുഖത്തല പൂരം. എനിക്ക് കൊല്ലം ജില്ലയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് നമ്മുടെ മുഖത്തല മുരാരിയുടെ ഈ ഒരു ഉത്സവം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ആനയൂട്ടും ആന നീരാട്ടും എന്താ രസവും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ളൊരു വൈബ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമ്മുടെ ശിവരാജുവാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അഭിവാദ്യ സൂചകമായിട്ട് അതിന് ഇതാക്കി ആനകളെല്ലാം ഒരുമിച്ച് കുപ്പിക്കൈ കുപ്പി കാണിച്ചതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞതാ ഇവിടെ ആനക്കുളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുപ്പിക്കൈയൊക്കെ വെച്ച് കുമ്പന്മാർ കുളിക്കുന്നുണ്ട്. കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വായിക്കകത്തോട്ട് കുറച്ച് വെള്ളം വെച്ച് കുടിച്ചതിന് ശേഷവും ബാക്കി ഇങ്ങനെ അതെല്ലാം 3 ആനയെ അതേ ആ മധ്യത്തേക്ക് ശിവരാജു കണ്ടില്ലേ. ശിവരാജു അടുത്ത ആന വരുന്നുണ്ട്. ആക്കാവിള വിഷ്ണുനാരായണൻ്റെ ആനകളും ഒരുപാട് ആനകൾ. അപ്പോൾ ഓരോ ആന കുളിക്കുമ്പോൾ അടുത്ത ആന കണ്ടില്ലേ. എല്ലാ ആനയും ഒരു വേണം കേട്ടോ. തുമ്പിക്കൈ വെച്ച് വെള്ളം വെച്ച് ചീറ്റിച്ചിട്ടാണ് അത് വിളിക്കുക. കണ്ടില്ലേ എന്ത് രസവും നോക്കി ആനകൾ ഇങ്ങനെ കുളിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഓരോ ആനയും കുളിക്കുമ്പം കണ്ടില്ലേ അടുത്ത ആനയ്ക്കായിട്ട് വഴി മാറി കൊടുക്കുകയാണ്. അടുത്ത ആന ഇങ്ങോട്ട് വരുന്നു, കുളിക്കുന്നു, മാറുന്നു. ഒരുപാട് പേര് ഇത് കണ്ടാൽ പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരുപാട് ക്ഷേത്രങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം എടുത്തു പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരം, അവിടുത്തെ ഒരു ഫേമസ് ഉത്സവമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് കൊല്ലപ്പൂരമുണ്ട്, നമ്മുടെ മുഖത്തല പൂരമുണ്ട്. ഇതാണ് മുഖത്തല പൂരം. ഏറ്റവും ലാസ്റ്റ് കൊല്ലത്തെ ഉത്സവമാണ് നമ്മുടെ മുഖത്തല മുരാരിയുടെ ഈ ഒരു ഉത്സവം. എല്ലാം പേരുണ്ട്. ഇതിനൊരു ചിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ തിരുവാഭരണ ഘോഷയാത്ര. അതൊക്കെ ഒരു പ്രത്യേകത ഉള്ള കാഴ്ചകളൊക്കെയാണ്. ഈ ഒരു ആനക്കുളി, ആന നീരാട്ട്, ആനയൂട്ട് ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരെത്തുന്ന ഒരു ടൈമാണ് ഈ ഒരു ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത്. രാവിലെ വന്നാൽ വൈകിട്ട് പൂരവും കഴിഞ്ഞിട്ടേ ആൾക്കാർ പോകാറുള്ളൂ. രാവിലത്തെ ഈ കാഴ്ച കഴിഞ്ഞ് വൈകിട്ട് ഇനി ഇതിലും ഗംഭീരമായ കാഴ്ചകളൊക്കെയാണ്. അതിഗംഭീരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നിങ്ങളപ്പം ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക.
ഇത് കഴിഞ്ഞിട്ട് അതോ പാർട്ട് കൂടെ കാണുക. ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതിലും അതിഗംഭീരമായിട്ടുള്ള പാർട്ടുകളാണ് 1ഉം 2ഉം ഒക്കെ. എല്ലാം കാണണം. ആനകളൊക്കെ സ്കൂൾ വിട്ടാണൊക്കെ പോകുന്നത്. എല്ലാവരും പരിപരിയാണ് പോകുന്നത്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഉത്സവം ഇവിടം കൊണ്ട് തീരുവാണ്. അതൊരു ഭയങ്കര വിഷമം. നമ്മൾ ഈ ഒരു 6 മാസം 5 മാസം അടിച്ചു പൊളിക്കുക. ഒരുപാട് ഉത്സവ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ ഒരു ഉത്സവ സീസണിന് ഇവിടെ വിട പറയുകയാണ്. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ് ഓഫ്. അടുത്ത കിടിലം വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അടുത്ത ഒരു ഗുരുവായൂർ കിടിലം ഒരു വ്ലോഗ് വരുന്നുണ്ട്, കാണണം. സൈനിങ് ഓഫ്.